എൻ്റെ കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നിൻ്റെ കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ദൈവവേദനെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, അതുപോലെ തന്നെ ഒരു കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, അങ്ങനെയുള്ള കുറേ ആൾക്കാരെ ഇപ്പോൾ ഈശോ കാണിക്കുന്നുണ്ട്. അവരുടെ എല്ലാം കണ്ണുകളിൽ കർത്താവ് അവിടുത്തെ വിശുദ്ധമായ രക്തം പൂശി പ്രാർത്ഥിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവ് അവരുടെ തെറ്റുകൾ സ്പർശിക്കട്ടെ. ഉച്ചമുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. അടിപ്പഴ പോലെ വൈതാക്കാലം പോലെ ദൈവിക ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവേ, ശിഷ്ടിരോഗങ്ങൾ, മുഴ വരുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ അരിമ്പാറ മുതൽ ചിരങ്ങ് മുതൽ ചൊറി വരെ ത്വക്കിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഭവനരഹിതരെ ഒരു വീട്ടിൽ തന്നെ ഭാഗോടമ്പടി നടക്കാതെ ഒരുമിച്ച് ശ്വാസം കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. ഈശോയെ കർത്താവ് പൂച്ചക്കാരും മണികെട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് സത്യം പറയാൻ ആർക്കും ധൈര്യമില്ലാത്ത രീതിയിൽ അനുഭവിച്ച് തീരുന്ന കുടുംബങ്ങളുണ്ട്. കർത്താവേ, ഈശോ അങ്ങനെയുള്ള കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണം. കർത്താവ്, എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ ജീവിക്കും, എന്ത് ചെയ്താൽ മേൽഗതി പ്രാപിക്കും, എങ്ങോട്ട് പോകണം, ആര് പറഞ്ഞാൽ കേൾക്കണം, പല പല അഭിപ്രായങ്ങളുണ്ടല്ലോ, പല പല രീതികളുണ്ടല്ലോ, പല പല ചിന്തകളുണ്ടല്ലോ. എന്ത് ചെയ്യണമെന്ന് അറിയാമ്പോൾ ആകപ്പാട് മനസ്സ് മുട്ടി മൊഴി മുട്ടി കുഴങ്ങുന്നവർ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഇന്ന് ഈ നിമിഷം നിങ്ങളതിനെ 14 ദിവസത്തിനുള്ളിൽ ഇന്നെടുക്കുന്ന തീരുമാനം നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നിങ്ങൾക്കത് അനുഭവവേദ്യമായി സകല തിന്മകളിൽ നിന്നും സകല തടസ്സങ്ങളിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി 14 ദിവസവും 15 ദിവസവും കർത്താവ് നൽകി കൽപ്പിച്ച് നൽകുന്നു. കർത്താവ് ഈ 2 ദിവസത്തിനുള്ളിൽ ആ വിഷയത്തിന് വേണ്ടി ദൈവിക തീരുമാനം ഉണ്ടാക്കുന്നത് ഇന്നത്തെ പ്രാർത്ഥന ഫലമാണെന്ന് അവിടെ അങ്ങയുടെ മക്കൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ മഹത്വപ്പെടുത്തി അനുഗ്രഹിക്കുക ഇടാക്കാൻ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധായ നയിക്കുക. ആമേൻ.